ഗായകൻ എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് കൊച്ചിക്കായലിലേക്ക് മാലിന്യം പൊതിയെറിഞ്ഞു. ഗായകനിൽ നിന്ന് 25,000 രൂപ പിഴയിട്ട. എറണാകുളത്ത് ഇങ്ങനെ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിലെ ബോട്ടിലെ ഡ്രൈവറാണ് പറഞ്ഞത് എം ജി ശ്രീകുമാറിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഇത് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഫോറിനേഴ്സ് 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് അതിങ്ങനെ പറയുന്നുണ്ട്, ദിസ് ഈസ് എം ജി ശ്രീകുമാർ ഹോം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഫണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിലാണ് സംഭവം ഈ വേസ്റ്റ് ഇടുന്നത്. എം ബി രാജേഷ് സാറിനെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ടപ്പോഴാണ് ആ വീഡിയോ ഇങ്ങനെ റീച്ചായി വന്നത്. അപ്പോൾ അതിനുശേഷം വെച്ചിട്ട് അവിടെ നിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട്. ഏതൊരു സെലിബ്രിറ്റി ആയാലും നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടതല്ലേ. എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്ന് മാലിന്യം കായലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള വാർത്ത ശരിക്കും അത് അദ്ദേഹം ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആ വീട്ടിലെ വേലക്കാരിയാണ് ചെയ്തത്. എന്നാലും വേലക്കാരി ഇത് ഡെയിലി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കും അല്ലെ, അതുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ എടുത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ അവിചാരിതമായിട്ട് പിടിച്ചതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ടൂറിസ്റ്റിന് ഒരു ഗൈഡ് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. അപ്പൊ ഇത് എം ജി ശ്രീകുമാറിന്റെ വീടാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് വരുന്ന ആ ഒരു വഴിയിലായിരുന്നു സംഭവം ഇത് മാലിന്യം എടുത്തെറിയുന്നത് ആ ഒരു ക്യാമറയിൽ പതിഞ്ഞത്. എന്തായാലും കിട്ടി. നല്ല ഒന്നാന്തരം പണി തന്നെയാണ് എം ജി ശ്രീകുമാറിന് കിട്ടിയത്. വാർത്ത നമുക്ക് വിശദമായിട്ടൊന്ന് കേട്ടു നോക്കാം. വീഡിയോ ചിത്രീകരണത്തിനിടെ വിനോദസഞ്ചാരിയുടെ മൊബൈലിൽ പതിഞ്ഞ ദൃശ്യം യുവാവ് തദ്ദേശ വകുപ്പ് മന്ത്രിയെ ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതാണ് സംഭവം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് ടാഗ് ചെയ്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തപ്പോൾ തന്നെ സംഭവം ഇത് എത്തേണ്ടവരിലേക്ക് എത്തുകയും ചെയ്തു. നിയമ നടപടികൾ എടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ വണ്ടി വെഹിക്കിൾ നമ്പർ ആളെ ഐഡന്റിഫൈ ചെയ്ത് 10,000 രൂപ, വെള്ളത്തിലാണെങ്കിൽ 1,00,000 ഫൈൻ ഈടാക്കിയിട്ട് ഇൻഫോർമർക്ക് അതിന്റെ 1/4 കൊടുക്കും. അങ്ങനെ ഞാൻ കൃത്യം കണക്കെടുക്കണം. ആകെ 5 കോടിയാണ്. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ എവിടെ ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ ഒന്നുകിൽ ആളെ കിട്ടണം, അല്ലെങ്കിൽ വണ്ടി വെഹിക്കിൾ നമ്പർ ആളെ ഐഡന്റിഫൈ ചെയ്ത് 10,000 രൂപ, വെള്ളത്തിലാണെങ്കിൽ 1,00,000. ഗൈഡ് വലിയ കാര്യത്തിലാണ് അത് എം ജി ശ്രീകുമാറിന്റെ വീടാണെന്ന് കാണിച്ചപ്പോൾ ആ ഒരു ടൂറിസ്റ്റിന്റെ വോയിസിൽ ഇട്ട് ദാറ്റ് ഈസ് എം ജി ശ്രീകുമാർ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആ ഒരു വീഡിയോയിലേക്കാണ് ഈ ഒരു കാര്യം പതിഞ്ഞത് നമ്മുടെ എം ജിക്ക് നല്ലൊരു പണി കിട്ടിയെന്ന് വേണം പറയാൻ. ദൃശ്യങ്ങളാണ്. അതൊരു 6-7 മാസമായിട്ടുണ്ടാവും ആ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിലെ ബോട്ടിലെ ഡ്രൈവറാണ് പറഞ്ഞത് എം ജി ശ്രീകുമാറിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഇത് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഫോറിനേഴ്സ് 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് അതിങ്ങനെ പറയുന്നുണ്ട്, ദിസ് ഈസ് എം ജി ശ്രീകുമാർ ഹോം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഫണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിലാണ് സംഭവം ഈ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ അത് പുള്ളിയല്ല ഇട്ടത്, പക്ഷെ പുള്ളിയുടെ വീട്ടിൽ നിന്നാണ് ഇട്ടതെന്നുള്ളൊരു വിവരം ആ ഡ്രൈവർ പറയുമ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അത് ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൈറലായി. അപ്പം ഈ എം ബി രാജേഷ് സാറിനെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ടപ്പോഴാണ് ആ വീഡിയോ ഇങ്ങനെ റീച്ചായി വന്നത്. പരാതി രേഖാമൂലം വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ഇതിനകത്താണെങ്കിൽ നമുക്ക് ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു ഇൻസ്റ്റയിൽ ഞാൻ ആ പോസ്റ്റ് ചെയ്തപ്പോൾ മാത്രമാണ് ആ വീഡിയോ കൂടെ റീച്ച് ആയപ്പോൾ മാത്രമാണ് അതിനുള്ള ആക്ഷൻ വന്നത്. 4 മാസം മുൻപ് എടുത്ത ദൃശ്യമേ അതിപ്പോ ഈ അടുത്ത 2-3 ദിവസം മുൻപാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും ഡിലേ വന്നത് അല്ല, എനിക്കിപ്പോഴാണ് അതിനെപ്പറ്റി ഒരു ഇത് വന്നത്. മീൻസ് ആ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു, ഗാലറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാരുള്ളവരും എല്ലാവരും ഒരുപോലെയല്ല. അപ്പം അവരിങ്ങനെ ചെയ്തത് എന്താണെന്ന് ഇങ്ങനെ എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാറിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ രാജ് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയത്. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് ജസ്റ്റ് എപ്പോൾ കിട്ടും എൻ്റെ 25,000 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒരു കമന്റ് ക്യാപ്ഷൻ ഇട്ട് ഞാൻ ഇട്ടത്. 25,000 കിട്ടിയോ? ഇല്ല, 25,000 കിട്ടിയില്ല. എനിക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഇന്നലെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സംഭവം ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, 4-5 മാസത്തിന് മുന്നേ ഉള്ള ഒരു സംഭവമാണ്. ഈ ഫോണിൽ ഗാലറിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു കാര്യം ഈ 2 ദിവസത്തിന് മുന്നെയാണ് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ ഷെയർ ചെയ്തപ്പോൾ തന്നെ അത് എം ബി രാജേഷ് സാറിനെ ടാഗ് ചെയ്തത് കൊണ്ട് അതിന് വലിയ രീതിയിൽ അത് റീച്ച് ആവുകയും എം ജി ശ്രീകുമാറിന് പണി കിട്ടിയത്. എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വേലക്കാരി എടുത്ത് എറിഞ്ഞതാണ് ഈ ഒരു സംഭവം. തദ്ദേശ വകുപ്പ് ഒരു വാട്സാപ്പ് നമ്പർ പുറത്തിറക്കിയിരുന്നു. അതിലേക്ക് മികച്ച പ്രതികരണമാണ് ഉണ്ടായത്. ജലാശയങ്ങളിൽ മാലിന്യം തള്ളുക, മാലിന്യം കത്തിക്കുക, മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ളത്. ഇപ്പോൾ മന്ത്രിയുടെ ആ ഒരു പോസ്റ്റ് വലിയ തോതിൽ ആളുകൾ ഏറ്റെടുത്തതോടുകൂടിയാണ് നസീം അടക്കമുള്ളവർ ആ വിവരം ശ്രദ്ധിക്കുകയും അതിലേക്ക് 3-4 മാസങ്ങൾക്ക് മുമ്പാണെങ്കിലും ഉണ്ടായിരുന്ന ഗാലറിയിൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോ എത്തിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അതിന് വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തു. ഇപ്പോഴത്തെ നടപടി എങ്ങനെ പുരോഗമിക്കുന്നു? മധു, ഒരു 6 മാസം മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ പിന്നീട് ഫോണിൽ നിന്ന് ഇത് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഷെയർ ചെയ്യാമെന്ന് തോന്നിയത് മന്ത്രി എം ബി രാജേഷിന്റെ ഒരു വാർത്താ മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖമായിരുന്നു. അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ വാട്സാപ്പ് നമ്പറുണ്ട്. ആ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി പരാതികൾ ശേഖരിക്കും. അത് എന്ന് ചിത്രീകരിച്ച് തുടങ്ങിയ വിവരങ്ങളും ഡീറ്റെയിൽസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പരാതി മുൻപോട്ട് പോവുകയും തുടർന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. ആരാണ് ഈ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ഈ മാലിന്യം വലിച്ചെറിഞ്ഞ ആൾ, പൊതുവിടത്തിൽ മാലിന്യം ഉപേക്ഷിച്ച ആൾക്കെതിരെ കൃത്യമായി പരാതികളുമായി
മുൻപോട്ട് പോകുമെന്നുള്ളത് ആദ്യകാലത്തെ അറിയിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം, ഈ അഭിമുഖം കണ്ടതിന് ശേഷം വള്ളക്കടവ് സ്വദേശി നസീം MP പരാതിയുമായി രംഗത്ത് വന്നത്. അതിനു മുൻപ് തന്നെ അദ്ദേഹം ഈ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 3-4 ദിവസം മുൻപ് വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് മന്ത്രി MP രാജേഷിനെ ടാഗ് ചെയ്യുകയും ചെയ്തിരുന്നു. ടാഗ് ചെയ്തിട്ട് എന്റെ 25,000 രൂപ എപ്പോൾ കിട്ടുമെന്നുള്ളൊരു ചോദ്യത്തോടെ കൂടിയാണ് പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ മന്ത്രി MP രാജേഷ് തന്നെ ആ പോസ്റ്റിനെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്തു, ഈ പരാതി വാട്സാപ്പിൽ അയച്ചു തരിക എന്നുള്ളത്. വാട്സാപ്പിൽ നസീം MP തന്നെ ഈ പരാതി അയക്കുകയും ചെയ്തു, വീഡിയോ ദൃശ്യങ്ങൾ അയക്കുകയും ചെയ്തു. തുടർന്ന് ഈ മുളവുകാട് പഞ്ചായത്തിനെ മന്ത്രി തന്നെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ അത് എന്ന് ചിത്രീകരിച്ചതാണ്, അതിന്റെ ലൊക്കേഷൻ, ആരുടെ വീടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. തുടർന്നാണ് മുളവുകാട് പഞ്ചായത്ത് ഇത്തരത്തിൽ ഫൈൻ ഈടാക്കിയിരിക്കുന്നത്. 25,000 രൂപയാണ് ഫൈൻ ഈടാക്കിയിരിക്കുന്നത്. എന്തായാലും അറിയാൻ സാധിക്കുന്നത് ഗായകൻ യാതൊരുവിധ ഒബ്ജക്ഷൻസും കൂടാതെ, യാതൊരുവിധ പരാതികളും കൂടാതെ തന്നെ ഈ പണം ഒടുക്കി എന്നുള്ളതാണ്. അപ്പൊ ആരാണ് ഈ മാലിന്യം വലിച്ചെറിയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള, മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണ്, എന്നാലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ യാതൊരു രീതിയിലും ഒബ്ജക്ഷനും ഇല്ലാതെ തന്നെ ഈ ഒരു പിഴ ഈടാക്കി എന്ന് പറയുന്നുണ്ട്. കാരണം തെറ്റ് തന്നെയാണ് അല്ലെ. അതിപ്പം കായലിലേക്ക് മാലിന്യം എടുത്ത് എറിയരുത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്, അത് നിയമമാണ്. നമ്മുടെ പരിസരം നമ്മളല്ലേ സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒരു വ്യക്തിയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന കാണുമ്പോൾ സാധാരണക്കാരായ ആളുകളെ പിന്നെ നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ശരിക്കും ഇവിടെ ഇദ്ദേഹത്തിന് ഒരു പിഴ കൊടുത്തത് അത് ഒരു നല്ല കാര്യം തന്നെയാണ്, അത് മറ്റുള്ളവർക്ക് ഒരു പാഠം തന്നെയാണ്. ഇനി മേലാൽ ഇങ്ങനെ സംഭവിക്കരുത്. എന്തായാലും അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് വേലക്കാരിയാണ് എടുത്ത് എറിഞ്ഞതെന്നും പുള്ളിക്കാരൻ അവിടെ ഇല്ലായിരുന്നു എന്നാണ് അവിടെ ഒരു പറയുന്നത്. കാരിയാണ് ഇട്ടത്, പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത് അന്വേഷിച്ചു. അവർക്ക് ഈ 31-ാം തീയതി അവർക്ക് 25,000 രൂപ പിഴയും അടുപ്പിച്ചിട്ടുണ്ട്. പുള്ളി കറക്റ്റായിട്ട് കാശടച്ച് വേറെ തർക്കമൊന്നും പറഞ്ഞില്ല. അതുമല്ല, ഹരിതകർമ്മസേനക്ക് അവിടുന്ന് പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല എന്നാണ് അവിടുത്തെ ഹരിതകർമ്മസേന അംഗങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും വലിയ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുക, അതിൻ്റെ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. നല്ല കാര്യമായിപ്പോയില്ലേ, ചുമ്മാ അല്ല. അപ്പൊ ഇത് സ്ഥിരം ഒരു പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയായല്ലോ. എന്തായാലും ഹരിതകർമ്മ സേനയോട് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പറഞ്ഞത് അവർക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും എടുത്തു കൊടുക്കുന്നില്ല. അപ്പൊ ഈ കായലിനടുത്ത് വലിച്ചെറിയുക തന്നെയായിരിക്കും ചെയ്യുന്നതല്ലേ. എന്തായാലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല, അതിനുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതുമല്ല, ഈ ഒരു വ്യക്തി വീഡിയോ എടുത്തതും ശരിക്കും പറഞ്ഞ സമൂഹ മാധ്യമത്തിൽ എപ്പോൾ കിട്ടും എന്റെ 25,000 എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്തായാലും 25,000 അല്ലെങ്കിൽ 10,000 കയ്യിൽ കിട്ടുമായിരിക്കും അല്ലേ. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠം തന്നെ ആയിരിക്കണം. കാരണം ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് നമ്മുടെ ഹെൽത്തിന് തന്നെയല്ലേ പ്രോബ്ലം വരുന്നത്. ശരിക്കും നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ സുന്ദരമാക്കി വെക്കേണ്ട ഒരു കടമ എന്ന് പറയുന്നത് നമ്മുടെ തന്നെയാണ്. അത് എല്ലാവർക്കും അത് ബാധകമാണ്. നമ്മൾ ഓരോരുത്തരും അത് ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി ഉണ്ടെങ്കിൽ ആ മന്ത്രി പറഞ്ഞ കാര്യം പോലെ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇനിയും എന്താ പറയുക, സെലിബ്രിറ്റി ആണെന്നോ മറ്റൊന്നോ നോക്കാതെ തന്നെ നമുക്കൊരു എന്താ പറയുക, ആരെന്ത് ചെയ്താലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് കരുതിയിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാനും നമ്മുടെ പരിസരം നമ്മൾ സൂക്ഷിക്കേണ്ടതും.